കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ മീഡിയ വണ്ണോടൊപ്പം ചേരുകയാണ്. സമ്മേളനം നാളെ തുടങ്ങുകയാണ്. എന്താണ് അപ്പോൾ ഒരു പ്രതീക്ഷ? ഒരു മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പലരും നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഭരണത്തുടർച്ച വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർച്ച കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അത് സമ്മേളനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. ഞങ്ങൾ ശ്രമിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം തന്നെ ഗവൺമെൻറ് തീരുമാനപ്രകാരം അതിദാരിദ്ര്യമുള്ള ആളുകൾ കേരളത്തിൽ ഇല്ലാതാവുകയാണ്. 66,006 കുടുംബം ഇവിടെ കേരളത്തിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായി അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഈ കുടുംബങ്ങൾ ഏതാണെന്ന് നിശ്ചയിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ ആണ്. പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള നടപടികൾ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞ് നവംബർ മാസം 1-ാം തീയതി 2025 നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് ഇന്ത്യയിൽ ആദ്യമാണ് അത് വരാൻ പോകുന്നത്. അങ്ങനെയാണുള്ളത്. ഇപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാട് ഇവിടെ നിക്ഷേപം വർദ്ധിപ്പിക്കണം, വ്യവസായങ്ങൾ വരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, ജീവിത സാഹചര്യം മെച്ചപ്പെടണം. വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഇവിടെ നിന്നൊക്കെ പുറത്തൊക്കെ പോയിട്ട് ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇവിടെ വന്ന് ഇവിടെ പഠിക്കാനുള്ള സൗകര്യം വേണം. അത് സൃഷ്ടിക്കലാണിപ്പോൾ. അതിനുവേണ്ടിയാണ്. അപ്പോൾ ലോകത്തെവിടെയുമുള്ള വിദ്യാഭ്യാസം ഇവിടെ കേരളത്തിൽ കിട്ടണം. അത്തരം നീക്കങ്ങൾ ആരോഗ്യ മേഖലയിൽ എല്ലാ മേഖലയിലും ഇങ്ങനെയൊരു സ്വയം പര്യാപ്തതയ്ക്ക് മാത്രമല്ല, കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുന്ന ആളുകളെ ഇവിടെ തന്നെ എങ്ങനെ നിലനിർത്താൻ കഴിയും. അപ്പോൾ അത് കേരളത്തിൻ്റെ ഭാവിക്ക് കൂടി സഹായകരം. അങ്ങനെയുള്ളൊരു ശ്രമമാണ് നമ്മൾ. എറണാകുളം സമ്മേളനം നടക്കുന്നത് ഈ രണ്ടാം ഇടതുപക്ഷ സർക്കാർ കയറിയ ഉടനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കഷ്ടിച്ച് 1 വർഷമാണുള്ളത് അടുത്തൊരു തെരഞ്ഞെടുപ്പിന്. അതിനെന്താ പ്രശ്നം? അല്ല, ഒരു ഭരണ തുടർച്ച തന്നെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണോ? അല്ല, ഭരണ തുടർച്ച എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരത് ദൂരീകരിച്ചോട്ടെ എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം UDF-നകത്ത് തന്നെ രൂപപ്പെട്ടു വരുന്ന പല അഭിപ്രായങ്ങളും ഇനിയും ഇങ്ങനെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമല്ലോ എന്ന ആശങ്കയാണ് വളരെ മോശമായ ചില നിലപാടുകളിലേക്ക് അവരെ നയിച്ചു കൊണ്ടുപോകുന്നത്. അവരധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ തുടരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും അത് വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ജനങ്ങളുടെ ജീവിതത്തിലെ അനുഭവം അതാണ്. UDF ഗവൺമെൻറ്റിൻ്റെ അനുഭവം ജനങ്ങളുടെ മുമ്പിലുണ്ട്. കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റിൻ്റെ അനുഭവമുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു അനുഭവം കേരളത്തിലുണ്ട്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇപ്പം പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ പുറത്ത്. ആ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ അതിനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ആ ശ്രമം നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്കൊരാശങ്കയുടെ പ്രശ്നം അത് തന്നെയാണ് ഒരു പ്രധാന വിഷയം. കാര്യം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിരവധി വെല്ലുവിളികളുണ്ട്. ഒപ്പം തന്നെ ഒരു ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ സമ്മേളനം നടക്കുന്നത്. എങ്ങനെ? ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി വെല്ലുവിളികൾ സംസ്ഥാനം നിലവിൽ നേരിടുന്നുണ്ട്. മാത്രമല്ല, രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സമയത്തൂടെയാണ് ഈ സമ്മേളനം നടക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ലോക സാഹചര്യവും ദേശീയ സാഹചര്യവും വളരെ ഗൗരവമുള്ളതാണ്. ഇവിടെ സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ്റാണുള്ളത്. സംഘപരിവാർ ശക്തികൾ എന്നുള്ളത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മറുന്യായം ഇവിടെ രൂപപ്പെട്ടു വരുന്നത് SDPI ജമായത്ത് ഉയർത്തുന്ന നിലപാടുകളാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ SDPIയെയും ജമായത്തിനെയും UDF-ന്റെ ക്യാമ്പിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അനുഭവമാണത്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് അനുഭവമാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം തിരുവനന്തപുരത്ത് ഒരു വാർഡിൽ അവർ ജയിച്ചല്ലോ, SDPI ജയിച്ചല്ലോ. അത് കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിൽ അപകടം ചെയ്യുന്ന ഒരു പ്രവണതയാണത്. അത് ഈ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് കേരളത്തിൽ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതിനെ അതിജീവിച്ച് മതനിരപേക്ഷ സമൂഹത്തിന് മേൽക്കൈ നേടണം.
ഒരു കാര്യം അതിന് കൂടെ സഹായകരമായ നിലപാടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചത്. ഒരു കാര്യം കൂടെ, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് അതിനെതിരെ പാർട്ടി ഒറ്റക്കെട്ടായി തന്നെ, അതേ പാർട്ടി അണികൾക്കുള്ളിൽ തന്നെ അതിനെതിരെ അവബോധം ഉണ്ടാക്കുമെന്ന്. ലഹരിക്കെതിരായുള്ള അവബോധം ദീർഘകാലമായിട്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭരണഘടനയിൽ മദ്യപാനം പാടില്ല, മദ്യപാനികൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ ഏക ഭരണഘടന CPMൻ്റെതാണ്. അത് പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തത്വം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ആ പാർട്ടി അംഗങ്ങൾ വഴി ലഹരി വർജനത്തിന് വേണ്ടിയുള്ള പ്രചാരണം ഞങ്ങൾ ഇനിയും ശക്തിപ്പെടുത്താനാണ് പോകുന്നത്. അത് പാർട്ടിയുടെ മാത്രം കാര്യമല്ല, എല്ലാ ജനവിഭാഗങ്ങളെയും ഈ പ്രശ്നത്തിൽ യോജിപ്പിച്ച് ലഹരിക്കെതിരായിട്ടുള്ള പ്രചാരണം ശക്തിപ്പെടുത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് വിമുക്തി തുടങ്ങിയിട്ടുള്ളത്. അത് ലഹരിക്കെതിരായിട്ട് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ലഹരിക്കെതിരായ ക്യാമ്പയിൻ എന്നുള്ളത് വളരെ സജീവമായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ CPM അംഗങ്ങളെ ആകെ ഈ മേഖലയിൽ അണിനിരത്താൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് TP രാമകൃഷ്ണൻ. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.